ഇപ്പൊ എല്ലാരും കേരളത്തിലുള്ള എല്ലാവർക്കും ഇപ്പൊ കുറെ ബോധം വരുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കുമ്പോഴത്തേനാണ് ഓരോരുത്തർക്ക് ബോധം വരാൻ തുടങ്ങുന്നത്. കുറെ യൂട്യൂബിൽ വീഡിയോ ഇതാക്കാനും കുറെ ഇൻസ്റ്റാഗ്രാം ഐഡികൾ റീച്ച് ആക്കാൻ വേണ്ടിയും കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആൾക്കാരുടെ ജീവിതം ഇല്ലാതാക്കുന്ന കുറെ എണ്ണം. അതായത് ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ആളുടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആരുണ്ടിനി? മനസ്സിലായില്ലേ? ദീപക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആരുണ്ട്? അതായത് ആ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്ന പുള്ളിക്കാരൻ ആ പുള്ളിയുടെ സ്ഥലത്ത് അയൽവാസികളാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും നല്ല അഭിപ്രായം. ആ പുള്ളി ദുരുദ്ദേശത്തോടു കൂടി തട്ടിയതോ അല്ല, ഒന്നുമല്ല. ആ പുള്ളി ആ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്, പുള്ളിയുടെ കയ്യിൽ വേറെന്തോ ബാഗോ കാര്യങ്ങളോ എന്തോ സാധനമുണ്ട്. ആ ബസ്സിനകത്ത് പോകുമ്പോഴത്തേന് ഇരിക്കുന്ന സീറ്റിലാണെങ്കിൽ പറയാം, നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്നും പറഞ്ഞ് ഈ റീച്ച് കിട്ടാൻ വേണ്ടി കാണിച്ച തോന്നിവാസങ്ങൾ. ഇതിന് 194 പ്രകാരമല്ല കേസെടുക്കുന്നത്. സത്യം പറഞ്ഞ ഇത് വധശ്രമത്തിനുള്ള ഇതാ. BNS 356 357 ഒക്കെ ഇട്ട് വേണം കേസെടുക്കാൻ. മനസ്സിലായില്ലേ? ഏറ്റവും കുറഞ്ഞത് അതല്ല എങ്കിൽ 108 തന്നെ വരണം. BNS 108 ആത്മഹത്യക്ക് പ്രേരണ തന്നെ വരുത്തണം. കാരണം ആ പുള്ളിയുടെ മനസ്സിന് എത്രത്തോളം വിഷമം ഉണ്ടായിട്ടായിരിക്കും ആ പുള്ളി ആത്മഹത്യ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പ്രതികരിക്കേണ്ട ഒരു കാരണമുണ്ട്. അതായത് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തലയിലെടുക്കുക. ആവശ്യമില്ലാത്ത ഇതുപോലത്തെ ഉള്ള ഇൻഫ്ലുവൻസർമാർ കയറി വന്ന് എന്തെങ്കിലും തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടി ID റീച്ച് ആക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന പരിപാടിക്ക് ആര് സപ്പോർട്ട് ചെയ്തത്? ഓരോ മനുഷ്യന്റെയും ജീവന് വിലപ്പെട്ടതുണ്ട്. ഒരാൾ ഒരു കുടുംബം നോക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളിയുടെ താഴെ ആ പുള്ളിയുടെ മാതാപിതാക്കൾ കാണും, ആ പുള്ളിയുടെ മക്കൾ കാണും. ഇപ്പൊ ഈ ഇയാൾക്ക് കല്യാണം കഴിഞ്ഞാൽ മക്കളുണ്ടോന്ന് കറക്റ്റ് അറിയത്തില്ല എനിക്ക്. അതേ സമയത്ത് ഇപ്പൊ 2 പിള്ളേരും കൂടി ഉണ്ടായിരുന്നോടെ ആ പിള്ളേരുടെ കാര്യം എന്തായിരിക്കും? ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതം എന്താവും? ഈ പറയുന്ന ഈ വീഡിയോ ഇട്ട് അവര് ചെലവിന് കൊടുക്കുവോ? ഇല്ല. ഒരു കാര്യം അറിയുമ്പോഴത്തേന് എടുത്തുകൊള്ളി ഈ വീഡിയോ എടുത്തൊക്കെ ഇടുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്, സ്വന്തം വീട്ടിലുണ്ട് മാതാപിതാക്കള്, ഇല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, അവർക്ക് ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് അവരിങ്ങനെ എന്തേലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോകുമ്പം ആരും കൈത്താങ്ങായിട്ട് കൂടെ കാണത്തില്ല. അത് മനസ്സിലാക്കുക. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് ഈ പോലീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നല്ലോ. ഈ പറയുന്ന വീഡിയോ ഇട്ട് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെറും ഇല്ലാതാക്കി കളഞ്ഞില്ല ആ പുള്ളിക്കാരനെ. ഈ പറയുന്ന നവീൻ ബാബു മരിച്ചു. നവീൻ ബാബുവിന്റെ ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ എന്നിട്ട് ഈ പാർട്ടിക്കാരൊക്കെ നടത്തിക്കൊണ്ടിരുന്നേ. മനസ്സിലായില്ലേ? അതായത് ആ പുള്ളിക്കാരൻ മരിച്ചിട്ട് ഇത്രയും നാളായിട്ട് ആ പുള്ളിക്ക് പോലും നീതി കിട്ടിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന് എന്ത് നീതി കിട്ടുമെന്ന് ഈ പറയുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. പേരിന് വേണ്ടി ഒരു കേസ് എടുക്കും വേണമെങ്കിൽ. ഈ അന്വേഷണം ഒന്നും എവിടെ എത്തത്തുമില്ല, ഒന്നും ആക്കത്തുമില്ല. ആ പോയ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തിനും പോയി, അല്ലാതെ വേറെ ഒന്നും കിട്ടാനും പോകുന്നില്ല, ഒന്നുമില്ല. ഈ പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ഏതോ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാന്ന് പറയും. എന്നിട്ട് അവർക്ക് ഒരാള് ദേഹത്ത് തട്ടിയപ്പം ഒന്ന് മാറിക്കൊടുത്തൂടെ? അതല്ലെങ്കിൽ അവിടെ വെച്ച് സംസാരിച്ചുകൂടായിരുന്നു? അവർക്ക് പ്രതികരിച്ചൂടെ? അത്രയും ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളല്ലേ, അവർക്കപ്പം പ്രതികരിക്കാമായിരുന്നു. അവര് മിണ്ടാതിരുന്ന് അവര് വീഡിയോ എടുത്ത് റീച്ച് ആക്കാൻ വേണ്ടി കാണിച്ച പരിപാടി ഇപ്പൊ അവര് വന്നിട്ട് ക്ഷമാപണം നടത്തിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ മരണപ്പെട്ട അയാൾ തിരിച്ചു വരുമോ? ഇല്ല. അത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് വേറൊരാൾക്ക് ഒരു ദോഷം വരാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ആരെയും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പാഠമാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ മുന്നോട്ട് വന്ന് നിയമ നടപടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് വിലയിരുത്തണം. ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്.